ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോയിലെന്ന്. അടിപൊളി സ്പൈസി കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ റെസിപ്പി അറിയണമെന്നുള്ളവർ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ. 2 കിലോ മേടിച്ചായിരുന്നു. അത് കുറച്ച് കറി വെച്ചപ്പോൾ കുറച്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ചെറിയുള്ളി വേണം, പിന്നെ ഒരു 2 സവാള, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില, തക്കാളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യം നമുക്ക് വൃത്തിയായി കഴുകി വെച്ച കൊഞ്ചിലേക്ക് മസാല മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് ഈ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആ ഒരു മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം എല്ലാ മീനിലേക്കും ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. അത് നല്ലോണം മിക്സ് ആവണ വരെ കൈകൊണ്ടൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം കേട്ടോ. അതായത് നമ്മുടെ കൊഞ്ച് റോസ്റ്റിനുള്ള മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ അവിടെ മാരിനേറ്റ് ആയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം വെക്കാം കേട്ടോ. അപ്പോൾ പാത്രം നല്ലോണം ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ മാക്സിമം ഒഴിവാക്കുക കുക്ക് ചെയ്യണ സമയത്ത്. ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഹെൽത്തിന്. ആദ്യം നമുക്ക് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കുറച്ച് അരിഞ്ഞത് ഇടുക. ചെറിയുള്ളി മാത്രം ഇട്ടാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചെറിയുള്ളി നമ്മുടെ വീട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 2 വലിയുള്ളിയും കൂടി അരിഞ്ഞിട്ട് ഇട്ടു കേട്ടോ. അതിൽ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, പെട്ടെന്ന് തന്നെ അതൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കുക കേട്ടോ. അതൊരു ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി അവിടെ ഫ്രൈ ആവുന്ന സമയത്തേക്ക് നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ലോണം ചതച്ചെടുക്കുക. ഇങ്ങനെ ഇടിമുട്ടിയിലിട്ട് ചതയ്ക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വേടിക്കുന്ന പേസ്റ്റിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കയ്യിൽ ഇടിമുട്ടി ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ഒരു ചതച്ചെടുത്തിട്ട് ഈ ഒരു ടെക്സ്ചറിൽ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കറികൾക്കൊക്കെ ടേസ്റ്റ് കിട്ടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പെരുംജീരകം. പെരുംജീരകം അതുപോലെ തന്നെ നമുക്ക് ഇടിമുട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം കേട്ടോ. പെരുംജീരകം എല്ലാ നോൺ വെജിറ്റേറിയൻ കറികൾക്കും യൂസ് ചെയ്യണത് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറികൾ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ചെറിയുള്ളിയും വലിയുള്ളിയൊക്കെ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കണ പെരുംജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണേ. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇടാൻ പോണത് പൊടികളാണ് കേട്ടോ. ഇത് ആദ്യം എടുത്തിരിക്കുന്നത് ഗരം മസാലയാണ്, പിന്നെ ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ട്ടോ. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ഈ ഒരു റോസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പോണത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സവാളയിലേക്ക് ഈ പൊടികളൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. അല്ലെങ്കിൽ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊരു ഡാർക്ക് ബ്രൗൺ ആവണ വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ഓയിലൊക്കെ ഒന്ന് വറ്റിപ്പോയി. അപ്പോൾ ഞാൻ ഇത്തിരി എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ അതൊന്ന് നല്ലോണം മൊരിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഡാർക്ക് കളർ ആയിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 2 തക്കാളി ഞാൻ ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുമോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു തക്കാളിയുടെ ഫ്ലേവറൊക്കെ നല്ലോണം ആ ഒരു മസാലയിലും മീനിലൊക്കെ നല്ലോണം പിടിക്കും ട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താന്ന് വെച്ചാൽ തക്കാളി അരച്ച ജാറിൽ 2 സ്പൂണ് അല്ലെങ്കിൽ 2, 3 സ്പൂണ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചാൽ മതി. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ചെമ്മീൻ ഇട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വെള്ളം ഊർന്ന് വന്നോളും കേട്ടോ. അതുകൊണ്ട് വെള്ളം അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ ഒരു മസാല നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്ക് പുറത്തേക്ക് എടുക്കാം.
അപ്പോൾ നമ്മുടെ മീൻ അത്യാവശ്യം നല്ലോണം മാരിനേറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഉപ്പും മുളക് പൊടിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് ഡയറക്റ്റ് ഈ മസാലയിലേക്ക് ഇടുകയാണ് ചെയ്യണത്. എന്നിട്ട് എല്ലാ മീനും അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ എല്ലാ മീനും ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണേ. ആ മസാലയൊക്കെ അതായത് ഉള്ളി ആയിട്ടുള്ള മസാലയൊക്കെ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം ഇളക്കണം. മീൻ ഉടഞ്ഞു പോണ പോലെ ഇളക്കരുത് കേട്ടോ. അത് നോക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം ട്ടോ. ലോ ഫ്ലെയിമിൽ വേണം വെക്കാന്. ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം അടിപിടിച്ച് പോവും ട്ടോ. അപ്പൊ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്ക. അപ്പുറത്തെ സ്റ്റൗവിൽ എൻ്റെ അമ്മയുടെ ക്യാരറ്റും കാബേജും ഉപ്പേരിയാണ് ട്ടോ. വേവിച്ച് വെച്ചിരിക്കുകയാണത്. ഈ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം പറയണ പരിപാടിയാണ് ട്ടോ അമ്മ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ എൻ്റെ കൊഞ്ച് റോസ്റ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കണ്ടാന്ന്. ഇത് അത്യാവശ്യമായിന്ന് വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവി ടൈപ്പ് അതായത് നമ്മുടെ റോസ്റ്റ് ടൈപ്പ് കിട്ടില്ല ട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് കുക്കാവാനുണ്ട്. അതിന് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചാൽ മതി ട്ടോ. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അടിപ്പിടിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കാബേജ് ഉപ്പേരിയുടെ പണി കൂടി അമ്മ എനിക്ക് തന്നിട്ട് പോയി ട്ടോ. അപ്പോൾ അതിലേക്കുള്ള താളിക്കലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്ടോ. കുറച്ച് കടുകും അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ വെള്ള ഉഴുന്നും ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതുമാണ് നമുക്കിതിനെ താളിക്കാനായിട്ട് വേണ്ടത് ട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയാൽ തന്നെ. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടിയിട്ട് ഇടുകയാണേ. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതും ഒരു അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് ഇളക്കി കൊടുക്കുക. ഇതും മീനും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. ഇത് വേറെ ഉപ്പേരിയാണേ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച കാബേജും ക്യാരറ്റും ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ചടപടേന്ന് റെഡിയായി. അതുപോലെ തന്നെ നമ്മുടെ കൊഞ്ച് റോസ്റ്റും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇതുപോലെ വരട്ടിയെടുക്കണം ട്ടോ. ഒരു വാട്ടർ കണ്ടന്റ് ഒക്കെ ഓൾമോസ്റ്റ് പോകുന്ന രീതിക്ക് നല്ലോണം വരട്ടിയെടുക്കുക. ഇനി എണ്ണ ഒഴിക്കണമെന്നില്ല ട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൊഞ്ച് റോസ്റ്റ് കഴിച്ചു നോക്കാൻ പോവാണേ. എനിക്കിഷ്ടപ്പെട്ട ചോറാണ് ട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കൊഞ്ച് റോസ്റ്റ് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് എൻ്റെ എക്സ്പ്രഷൻ കണ്ട് മനസ്സിലാവാം ട്ടോ. അപ്പോൾ ആ ചോറും ആ റോസ്റ്റും കൂടി ഞാൻ കഴിക്കാൻ പോവാണേ. നല്ല കളർഫുൾ ആയിട്ടില്ലേ കാണാന്? നല്ല റെഡ് കളറാണ് കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടെക്സ്ചറാണ്. അപ്പോൾ അതിങ്ങനെ ചോറും ആ ഒരു കൊഞ്ച് റോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കുകയാണേ. എൻ്റെ പൊന്നോ! നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് സീരിയസ്ലി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാന് പിന്നെ ക്യാമറയൊന്നും നോക്കിയില്ല. നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാവുന്ന സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.